ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെലൻസ് വേൾഡ്. ഇന്ന് എല്ലാവരെയും പോലെ നിങ്ങളെയൊക്കെ പോലെ വീണ്ടും ഒരു പ്രഭാതം കൂടി കാണാൻ അനുവദിച്ച ദൈവത്തിന് ആദ്യം നന്ദി, വളരെ നന്ദി. പിന്നെ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 നോമ്പ് തുടങ്ങിയിട്ട് ഇത്രയും ദിവസം കേക്ക് ഔട്ട് ഭയങ്കര കുറവായിരുന്നു എന്നല്ല, 1-2 കേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ 50 ദിവസത്തിൻ്റെ ഇടയിൽ. അപ്പം നാളത്തേക്ക് ഒരു ബാപ്റ്റിസം കേക്ക് ഓർഡർ ഉണ്ട്, മറ്റന്നാളത്തേക്കും ഒരു ഇവൻറ്റിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്, അത് പീസ് കേക്കാണ്. അപ്പം വർക്കുള്ള ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വീട്ടു ജോലി, വെറുതെ ഇരിക്കൽ, വർക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ കേക്കിൻ്റെ പണികളും എല്ലാം ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ചേട്ടാ, ഇവനെ വിടട്ടെ? ആ, പോയി മേടിച്ചിട്ടോ. മീമിയാപ്പാപ്പനെ കണ്ട സന്തോഷത്തിലോടുന്ന എൻ്റെ ചങ്കാണ്. ഇതാണ് ഞങ്ങളുടെ മീൻകാരൻ ചേട്ടനെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, സുരേന്ദ്രൻ ചേട്ടൻ. നമ്മൾ സുരേന്ദ്രൻ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് എപ്പോഴും മീൻ മേടിക്കുന്നത് കേട്ടോ. നമുക്ക് നല്ല മീനേ തരുവുള്ളൂ, നമുക്ക് നല്ല നല്ല മീനുണ്ടെങ്കിൽ എടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ എടുക്കില്ല. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തരുകയും ചെയ്യും. കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്, അവനും അത് കണക്ക് തന്നെ ഒരു ചങ്കുവാ. ഏത് ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത്. ഇങ്ങനെ അവനെ റോഡ് ക്രോസ് ചെയ്യാൻ സമ്മതിക്കില്ല, ഗേറ്റൊക്കെ പൂട്ടി സേഫായിട്ട് അവൻ കയറി വരുന്നതും നോക്കി ഇരുന്നിട്ട് തന്നെ സുരേന്ദ്രൻ ചേട്ടൻ പോവാറുള്ളൂ കേട്ടോ. ബേബീനെ സംബന്ധിച്ച് നമ്മൾ ചെറിയ ചെറിയ ജോലിയൊക്കെ കൊടുത്തിട്ട് അവൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ അപ്രീസിയേഷൻ ചെയ്യില്ലേ, അപ്പോൾ അവന് ഭയങ്കര സന്തോഷം, അഭിമാനമൊക്കെയാണ്. എണ്ണാൻ അറിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ആശാൻ ഇരുന്ന് എണ്ണുന്നത്. അപ്പം പക്ഷേ നമ്മളവനെ എൻകറേജ് ചെയ്യും. അപ്പം 5 വയസ്സേ ഉള്ളൂ, അപ്പോൾ എന്തൊക്കെയോ എണ്ണി അത് അവൻ്റെ കാട്ടിക്കൂട്ടലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുക്കിംഗ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക്. അപ്പം മീൻ വെട്ടലൊരു ടാസ്ക്കാണല്ലോ. അപ്പം മത്തിയാണ് നമ്മൾ മേടിച്ചത്, 1/2 കിലോ മത്തിയെ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാനും ബേബിയും മാത്രമേ ഉള്ളൂ. മീനുകളുടെ കൂട്ടത്തിൽ ഇത്രയേറെ ആരാധനയോടെ ആൾക്കാർ കാണുന്ന ഒരു വർഗ്ഗമാണ് ഈ മത്തി എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം ചില സമയത്ത് പൊന്നും വില മത്തിക്ക് വരാറുമുണ്ട്. എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് പൊതുവേ ഇതിനോട് താല്പര്യമില്ല, മത്തിയോട് എനിക്കങ്ങനെ താല്പര്യമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ നമ്മുടെ ചെമ്പല്ലി എന്ന് പറയുന്ന നമ്മുടെ കിളിമീനില്ലേ, ആലപ്പുഴയിൽ കിളിമീൻ എന്നാണ് പറയുന്നത്. ചുമന്ന കളറിലിരിക്കുന്ന മീനില്ലേ, ചുമപ്പ് മഞ്ഞ കളറിലിരിക്കുന്ന ആ മീനോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മത്തി എനിക്ക് പൊതുവെ ഇഷ്ടമില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര, എത്ര കഴുകിയാലും പാത്രത്തിനും നമ്മുടെ കൈക്കും പിന്നെ ആ വെട്ടുന്ന പ്രദേശത്തൊക്കെ ഈ മത്തിയുടെ മണം അങ്ങനെ നിൽക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എപ്പോഴും അവൈലബിളാണ് മത്തി. ആലപ്പുഴയുള്ളവർക്കറിയാം, എപ്പോഴും അവൈലബിളാണ് മത്തി. അങ്ങനെ ഗതി കെട്ടാൽ മാത്രമാണ് മത്തി അങ്ങ് വാങ്ങിക്കാറ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീനൊക്കെ ആയിരിക്കും വാങ്ങിക്കാറ്. കക്കാറച്ചി അങ്ങനെ എല്ലാം കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെയുള്ള ഓപ്ഷൻ. പിന്നെ എൻ്റെ കുഞ്ഞിനും എൻ്റെ ഹസ്ബൻഡിനും ഈ സാധനം മത്തി വറുത്തത് ഒരു മോര് കാച്ചിയതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചോറ് ഉണ്ണാൻ പിന്നെ എന്തോരം ചോറ് കൊടുത്താലും ഉണ്ണും. എന്തോരം ചോറ് കൊടുത്താൽ ഉണ്ണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സാധാരണ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കുകയും ചെയ്യും. വറുത്താൽ ഇത് കിങ്ങാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും വറുത്ത് കഴിഞ്ഞാൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കറി വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വറുക്കുന്നതിനാണ് ഇഷ്ടം. ഞാൻ വറുക്കുമ്പോഴത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. എന്നിട്ട് ആ അരപ്പാണ് വറുക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് പരട്ടി ഒരു 10-20 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് പയ്യെ എടുത്ത് വറുക്കണം. മീനെല്ലാം പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചു. എന്നാൽ പിന്നെ കഞ്ഞിക്ക് വെള്ളം ഇട്ടേക്കാം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കേക്കിൻ്റെ പരിപാടിക്ക് നിൽക്കാൻ. അപ്പം കേക്കിൻ്റെ പരിപാടിക്ക് നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ മീനിൻ്റെ സ്മെല്ലോ അങ്ങനെയൊന്നും, പിന്നെ കേക്കിൻ്റെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടു ജോലി ചെയ്ത് എനിക്ക് താല്പര്യമില്ല. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ കഞ്ഞിയും കറിയൊക്കെ അങ്ങ് വെച്ചു. ഇത് മോര് കാച്ചിയതല്ല, പുളിശ്ശേരി എന്ന് ആലപ്പുഴ പറയും, ഇവിടെ മോര് കറി എന്നാണ് കേട്ടോ പറയുന്നത്. അതായത് കുമ്പളങ്ങ ഒക്കെ ഇട്ട് തിളപ്പിച്ച്, കുമ്പളങ്ങ അല്ലല്ലോ അതിൻ്റെ പേരെന്താ, എന്തൊരു സാധനം, കുമ്പളങ്ങ കണക്ക് ഇരിക്കുന്ന ഒരു സാധനം, അതിട്ടിട്ട് അങ്ങനെ കാച്ചിയ മോര്, പുളിശ്ശേരി രീതിയിൽ കാച്ചിയെടുത്തതാണ് കേട്ടോ. അപ്പം ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ കറി, അതായത് ഈ പുളിശ്ശേരിയും മീൻ വറുത്തവും മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഇനി കൂടുതൽ കറി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു 12 മണി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് രണ്ട് കേക്ക് ഓർഡർ ഉണ്ടെന്ന് തോന്നില്ലേ. അപ്പം ഉച്ച കഴിഞ്ഞ് കേക്ക് ഓർഡറിൻ്റെ പരിപാടിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു. വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാന് വെച്ചിട്ടുണ്ട്.
കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം കേട്ടോ മീൻ വറുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഫ്ലേവർഫുള്ളായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ വറുക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, എന്നാലും ഇനി ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളിയാണ്. ആ ഒരു എണ്ണയിൽ കിടന്ന നമ്മുടെ എന്താ പറയണ്ട കറിവേപ്പില മൂത്ത് വരുമ്പം കുറച്ചും കൂടി അടിപൊളിയാണ് കേട്ടോ. പിന്നെ നല്ല പെട്ടെന്ന് തന്നെ ഒട്ടാണ്ട് ഓൾറെഡി നമ്മൾ വെച്ചിരിക്കുന്ന പാത്രം മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാലും ഒട്ടില്ല. ഇനി നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ ചീനച്ചട്ടി ആണെന്ന് പറഞ്ഞാൽ പോലും കുറച്ച് കറിവേപ്പില എണ്ണ ചൂടായി വരുമ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഒട്ടാണ്ട് അടിപൊളിയായിട്ട് അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ ചോറൊക്കെ ആക്കി പെട്ടെന്ന് തന്നെ കൊച്ചിനങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. കാരണം ഇവന് ഫുഡും കൊടുത്ത് ഇവനെ കാര്യങ്ങൾ ആക്കിയിട്ട് താഴത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശല്യമില്ല. അവൻ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും കൂടെ അങ്ങ് പോയി അങ്ങ് ഇരുന്നോളും. നമ്മുടെ ഈ കേക്കിലേക്ക് കുറച്ച് ഫോണ്ടൻ്റ് വർക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ഫോണ്ടൻറ്റിൻ്റെ പണിയിലാണ്. കുറച്ച് ഫോണ്ടൻ്റ് വർക്കുണ്ട്, കുറച്ചല്ല കുറച്ചധികം ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും ബാക്കി കുറച്ച് വർക്കും കൂടി ചെയ്യാനുണ്ട്. ഫോണ്ടൻ്റ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ നല്ല ലെങ്തായി പോവും. അങ്ങനെ നമ്മൾ 2-3 മണിക്കൂർ നമ്മൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്തിട്ട് ആ ടേൺ ടേബിളിനകത്ത് തന്നെ വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ചില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയണ്ട നമ്മുടെ കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തിട്ട് ബോർഡിൽ തേച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നാനായിട്ടുള്ള ചാൻസും ഇല്ല. എന്നിട്ട് നമ്മൾ കുറച്ച് സ്ക്യൂവറും കാര്യങ്ങളൊക്കെ ടോൾ കേക്കല്ലേ നമ്മൾ അതിനകത്ത് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ടോൾ കേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ 2-3 സ്ഥലത്തായിട്ട് സ്ക്യൂവർ ചെയ്യാമെന്നുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതൊരു ബേബി പിങ്ക് ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും വരുന്ന ഒരു തീമിലാണ് കേട്ടോ കേക്ക് വരുന്നത്. ഒരു ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ടുള്ള കേക്കാണ്. അങ്ങനെ ഞാൻ ഫൈനലി നമ്മൾ ഫൈനൽ കോട്ടൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ബേബി പിങ്ക് തീമിലാണ് കേക്ക് വരുന്നതെന്ന്. അങ്ങനെ ക്രീമിലേക്ക് വളരെ ലൈറ്റായിട്ട് ബേബി പിങ്ക് കളർ മിക്സ് ചെയ്തിട്ട് അതെടുത്തിട്ട് നമ്മൾ താഴത്തെ ഒരു ഫോൾട്ട് ലൈൻ കൊടുക്കാനായിട്ടാണ് ആദ്യം ഉദ്ദേശിച്ചത്. അപ്പോൾ ഫോൾട്ട് ലൈൻ വേണ്ട, ഫോൾട്ട് ലൈൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് അത്ര ഭംഗി ഉണ്ടാവില്ലെന്ന് തോന്നിയിട്ട് ആദ്യം ഒന്ന് ഫോൾട്ട് ലൈൻ കൊടുത്തു. പിന്നെ അത് അങ്ങ് തേച്ചങ്ങ് പിടിപ്പിച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് നാളെ കൊടുക്കാനുള്ള പീസ് കേക്കും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചും കൂടി ഫോണ്ടൻ വർക്കൊക്കെ കൂടി നമ്മൾ ചെയ്തു. ഒരു ക്രോസും ബേബീനെയൊക്കെ ഉണ്ടാക്കി കുഞ്ഞിൻ്റെ പേരുമൊക്കെ ഇതാക്കി. അപ്പോൾ തന്നെ സമയം ഏകദേശം ആയി തുടങ്ങിയായിരുന്നു കേട്ടോ. നമുക്കിത് നമ്മുടെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അവർക്ക് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പാണ് നമ്മൾ എപ്പോഴും ഫോണ്ടൻറ്റ് നമ്മൾ കേക്കിലേക്ക് വെക്കാവുള്ളൂ. ഫ്രഷ് ക്രീമിലാണ് കേക്ക് ചെയ്യുന്നതെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ബട്ടർ ക്രീമിലോ മറ്റൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, എപ്പോൾ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. പിന്നെ ഫോണ്ടൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു സ്വെല്ല് ചെയ്യുന്ന കണക്കിരിക്കും. അങ്ങനെ നമ്മൾ ഡെലിവറിക്ക് തൊട്ട് മുമ്പാണ് സാധനങ്ങൾ വെച്ചതെന്ന് പറഞ്ഞില്ലേ. അപ്പം അവർ വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മളപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അങ്ങനെ എല്ലാം ചെയ്തു. നമ്മൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ തന്നെ ആ കേക്ക് കൊണ്ട് കൊടുത്തു. അവർ വന്നായിരുന്നു, എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഒരു റെഫറൻസ് പിക്ചർ തന്നായിരുന്നു. പക്ഷേ എപ്പോഴും ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് റെഫറൻസ് പിക്ചറിലുള്ള പോലെ ചെയ്യാറില്ല. എൻ്റെ എന്തെങ്കിലും ഒരു ഐഡിയ ഞാൻ അതിനകത്ത് കാണിക്കും കേട്ടോ. അങ്ങനെ സ്റ്റേജിൽ നമ്മൾ കൊണ്ടുവന്ന് കേക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ നാളത്തേക്കുള്ള പീസ് കേക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. പീസ് കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലം കേക്കാണ് കേട്ടോ പീസ് കേക്ക് ഓർഡർ വന്നേക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹെലൻ സൈനിങ് ഓഫ്. ബൈ.